വിജയിച്ചിട്ടും പരാജയപ്പെട്ടു പോയ രാജകുമാരനായി മാറുമോ തേജസ്വി എന്നുള്ളതാണ് ചോദ്യം. ഒറ്റയ്ക്ക് ഇത്രയും വലിയ പെർഫോമൻസ് RJD കാഴ്ചവെക്കുന്നു. ഇപ്പോഴത്തെ നില RJD 24, BJP 24, JDU 24. അതെ, കോൺഗ്രസ് ചിത്രത്തിലില്ല. കോൺഗ്രസ് പോസ്റ്റൽ ബാലറ്റിൽ ചിത്രത്തിലില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെ വേദനിപ്പിക്കുന്നതുമായ ഘടകം. അതേസമയം 24 RJD 24, BJP 24, JDU 24. മുന്നിൽ RJD ആണ് മുന്നിൽ. പക്ഷേ സഖ്യം വരുമ്പോൾ മഹാഗഠബന്ധൻ പിന്നിൽ. പാർട്ടിയിൽ RJD മുന്നിൽ വരികയും സഖ്യത്തിൽ മഹാഗഠബന്ധൻ പിന്നിലേക്ക് പോവുകയും ചെയ്യുന്ന വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇത് കണ്ടുകൊണ്ട് തേജസ്വി അത് വിരിക്കുന്നുണ്ടാവും. പക്ഷേ മറുഭാഗത്ത് നോക്കൂ, RJD 27 ഇടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ BJPയും JDUയും 24 ഇടങ്ങളിൽ വീതമാണ് ലീഡ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD. സെഞ്ചുറി അടിച്ചിട്ടും ടീം തോറ്റുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കളിയുടെ മാൻ ഓഫ് ദി മാച്ചായി തേജസ്വി യാദവ് വരുമോ എന്നുള്ളതാണ് ചോദ്യം. മാൻ ഓഫ് ദി മാച്ചായിട്ടും ട്രോഫി നഷ്ടപ്പെട്ടു പോകുന്ന കളിക്കാരന്റെ അവസ്ഥയാണ് ഇപ്പോൾ. കഴിഞ്ഞ തവണയും അത് തന്നെയായിരുന്നില്ലേ? പക്ഷെ അപ്പോഴും കോൺഗ്രസിൽ അവിടെ 19 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇതാ നോക്കൂ, ഇത് ദയനീയമായ ടാലിയല്ലേ? പോസ്റ്റൽ ബാലറ്റിലെ വളരെ ദയനീയമായ ടാലിയാണ് ആദ്യം കാണുന്നത്. കോൺഗ്രസ് ഒരിടത്ത് മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് ആണെങ്കിൽ പോലും 21 ചിത്രത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൽ എന്നുള്ളതാണ്. 57ലേക്ക് എത്തുമ്പോൾ BJP 28ലും JDU 24 സീറ്റിലും ലീഡ് ചെയ്യുന്നു. അപ്പോൾ JDUവിനേക്കാൾ മികച്ച പെർഫോമൻസ് ഇപ്പുറത്ത് എടുക്കുന്നുണ്ട് RJD. പക്ഷേ എന്ത് ഫലം എന്ന ചോദ്യം ഇവിടെ നിൽക്കുകയാണ്.